പിന്നെ വരാം. உண்மை எல்லாத்தையும் முடிச்சுட்டு தான் நான் வந்திருக்கேன். ഇനി അവനെ കാണാൻ പറ്റില്ല. നീ എന്താ മോളെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? വരേണ്ട കാര്യമുണ്ടെന്ന് തോന്നി വന്നു, അത്രേ ഉള്ളൂ. അമ്മൂമ്മയ്ക്ക് മോനെന്താ കൊണ്ടുവന്നേ? അമ്മയുടെ ബാഗിലുണ്ട്. ഓ, റാങ്ക് എത്ര കിട്ടി മോനെ ഇത്തവണ? അമ്മയും ഒന്നിങ്ങോട്ട് വരുവോ? നന്ദിനി കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിൽ ചെന്ന് ഗോവിന്ദൻകുട്ടിയെ കണ്ട കാര്യം അങ്ങ് ആലപ്പുഴയിൽ അറിയണമെങ്കിൽ അത് ഇവിടെ മുഴുവൻ പാട്ടായി കാണുമല്ലോ. നീ കരുതുന്ന പോലെയൊന്നുമില്ല. അമ്മയ്ക്ക് അങ്ങനെ തോന്നും. പണ്ട് ചിലരൊക്കെ ഉണ്ടാക്കി വെച്ച ചീത്തപ്പേര് മാറി വരണതേ ഉള്ളൂ. ഇപ്പോ ഇനി അതൊക്കെ കുത്തിപ്പൊക്കില്ലേ ആളുകള്? ഞാനൊക്കെ അറിയുന്നുണ്ട്. അപ്പൂരിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഏട്ടൻ ആ വശമേ നിൽക്കൂ. പോട്ടെ, നമ്മളുടെ ആടെ അടുത്ത് പറയാന്ന് വെച്ചാലോ, അപ്പൊ എഴുന്നള്ളിക്ക് ചന്ദ്രന്റെ അടുത്ത്. പിന്നെ അവൻ വെട്ടാനും കുത്താനും നിൽക്കും. എന്താ വേണ്ടെന്ന് ഒരു രൂപം ഇല്ലാണ്ട് നിൽക്കണേ. മനസ്സിൽ എന്തെങ്കിലും ഒന്ന് ഉറപ്പിച്ച ശാസിക്കുന്നവരോട് പിന്നെ വിരോധേ തോന്നും. ഈ പ്രായത്തില് നീ തന്നെ സ്നേഹമായിട്ട് അവളോടൊന്ന് പറയാനാ വന്നത്. തന്നെയല്ല, ശ്രീനേട്ടൻ അന്ന് പറഞ്ഞ ആ പയ്യൻ ലീവിന് വന്നിട്ടുണ്ട്. അമ്മയും അമ്മായിയും കൂടെ അച്ഛനെയും അമ്മാവനെയും പറഞ്ഞ് സമ്മതിപ്പിച്ചാൽ മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. മതി പഠിച്ചതൊക്കെ. ഇവിടെ ആരുമില്ല. നാളെ കുറേയായി ആ തെണ്ടി എന്നെ പറഞ്ഞ് മോഹിപ്പിക്കുന്നു. ഇന്ന് തന്നെ ഞാൻ വിടില്ല. ഈശ്വരനോർത്ത് പോകൂ. പുത്തമ്പുരയ്ക്കലെ ചെറിയ കാരണവരുടെ യോഗ്യത നാലാളെ വിളിച്ചറിയിക്കട്ടെ. അടുത്ത് നാണം കെട്ടിയത് ഗോവിന്ദൻകുട്ടി. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരു തറവാട്ടിലേ അല്ലേ? ആണല്ലോ. മണം മുട്ടിയപ്പോഴെങ്കിലും നിന്റെ പുഴുത്ത നാക്കിനത് വീണല്ലോടാ. ഇവിടെ ആയിപ്പോയി. ഇത് നിന്റെ ശവം. കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം. വാതിൽ തുറക്ക്. ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കും. കാല് പിടിക്കണ്ട എന്റെ ഒന്നുമല്ല. അവിടെ ചെന്ന് പിടിക്ക. ചെന്ന് മാപ്പോരാ പറ. ചെല്ല. ഉണ്ണി പോയി എന്നറിഞ്ഞപ്പോ തൊട്ട് ഈ ദിവസങ്ങൾ മുഴുവൻ ഈ തേങ്ങലായിരുന്നു എന്റെ കാതിൽ നിറയെ. കൂടെ ചേർന്ന് കരയാനല്ല ഞാൻ വന്നത്. ഉണ്ണിക്കൊന്നും പകരമല്ല. എന്നാലും ഈ ആയുഷ്കാലം മുഴുവൻ ഉണ്ണിയായിട്ട് ഞാനിവിടെ കഴിഞ്ഞോളാം. അടിപിടി കേസും കൊലപാതകവുമായി നടക്കുന്ന ഒരാളിന്റെ ഉറപ്പില് ഇനി അവധി തരാൻ ബാങ്കിന് പറ്റില്ല. വണ്ടി ജപ്തി ചെയ്തിട്ടുണ്ട്. മുഴുവൻ പണം അടയ്ക്കുമ്പോൾ വണ്ടി നിങ്ങളുടേതാവും.
നീ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. അവന്റെ ലീവ് കഴിയുന്നതിന് മുമ്പ് നമുക്ക് നടത്താവുന്ന ശ്രീനിയോട് ഞാൻ പറഞ്ഞെന്ന് പറ. ഞാൻ നോക്കിയിട്ട് വേറെ പ്രശ്നമൊന്നും കണ്ടില്ല. പക്ഷേ രണ്ടില് കേടുണ്ട്, അതിന് പരിഹാരമുണ്ട്. എന്നാ പിന്നെ പെണ്ണിനെ കാണണമെങ്കിൽ വന്ന് കണ്ടോട്ടെ. അതല്ല ഉറപ്പിച്ചാ മതിയെങ്കിൽ അങ്ങനെ. ഓഹോ, അപ്പൊ കാരണവരറിയാണ്ട് ഉറപ്പിക്കലൊക്കെ കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും കാരണവന്മാരെ അറിയിച്ചോണോ എന്നുള്ള നിയമമൊക്കെ മാറി. അറിഞ്ഞില്ലേ? ഞാനറിയണ്ട, പക്ഷെ പെണ്ണറിയണ്ടേ? അവളുടെ സമ്മതം കൂടെ വേണമല്ലോ ഉറപ്പിച്ചത് നടക്കാൻ. വേണ്ട. ഇതുവരെ ചെയ്തു തന്ന ഉപകാരങ്ങൾക്കൊക്കെ നന്ദി. കൂടപ്പിറപ്പുകളോട് എന്തെങ്കിലും സ്നേഹം ബാക്കിയുണ്ടെങ്കിൽ കൂടെ നിൽക്കണ്ട, കുത്തിത്തിരിപ്പുണ്ടാക്കാതിരുന്നാ മതി. സ്വന്തം മക്കൾ നല്ല നിലയിൽ പോണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോ അതിന് മക്കളുള്ളവർക്കല്ലേ മക്കളുടെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂ. അങ്ങനെ പറയരുത് പരമേശ്വരൻ നായരെ. ഉണ്ടല്ലോ മാനസപുത്രൻ. ഉള്ളിലിരിപ്പൊക്കെ അറിയാം. ഞങ്ങൾ ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലം നടക്കില്ല. സ്വന്തം ജീവിതം നശിപ്പിച്ചോ, ബാക്കിയുള്ളവരെയെങ്കിലും വെറുതെ വിട്. നീ പോവാൻ നോക്കടി, വണ്ടി തെറ്റണ്ട. വരട്ടെ അമ്മേ. വാ മോനെ. തലകുനിച്ച് നിന്നിട്ട് കാര്യമൊന്നുമില്ല. അതൊക്കെ പണ്ട്. പ്രായപൂർത്തിയായ പെണ്ണല്ലേ നീ? നിനക്ക് നാവിടുത്ത് പറഞ്ഞൂടെ? എന്നാലും എല്ലാരും കൂടി ഒന്നിച്ചെന്ന് പറയുമ്പോ പേടിച്ചു അല്ലേ? ചിലപ്പോ കൂടെ ഇറങ്ങി പോകേണ്ടി വരും. അവൻ വന്ന് വിളിക്കുമ്പോ അതിനുള്ള ധൈര്യം ഉണ്ടാക്കി വെച്ചോ. നാളെ മുതൽ ഞാൻ ജോലിക്കുണ്ടാവില്ല. എൻ്റെ വണ്ടി ജപ്തി ചെയ്തു. പിന്നെ ഒരു ആസ്പത്രി ചിലവാക്കിയ പണം ജോലി ചെയ്ത് തിരിച്ചു തരാമെന്ന വിചാരിച്ചത്. അതിന് നിവൃത്തിയില്ലാണ്ടായി. എനിക്കിത്തിരി സാവകാശം തരണം. കുറച്ച് വൈകിട്ടായാലും ഞാൻ എങ്ങനെയെങ്കിലും തന്ന് തീർത്തോളാം. കണ്ട ഇത് പെടുമ. நீ என்ன முதலாளின்னும் நான் உன்னை கோவிந்த குட்டின்னு விழிக்காமே. நீ என்ன பெரியவர், நான் உன்னை சின்னான்னு விழிக்கிறது எதுக்காக? கொடுத்து தீக்கிறதுக்கா? பைத்தியக்காரன். എടോ രാമൻകുട്ടി, ഒന്ന് എഴുന്നേറ്റേ. ചായ ഇനി 4 മണിക്കുള്ളത് തിരുമേനി. അതിനൊന്നും അല്ലടോ, താൻ ഒരു ഗ്ലാസ് ഇത്തിരി വെള്ളം ഇങ്ങെടുത്തേ, തൊട്ട് നാക്കാൻ വല്ലതും. ഇത് ഇവിടെ നിന്ന് കഴിക്കാനോ? ഇവിടെ ഇപ്പൊ ആരും ഇല്ലല്ലോ. 4 മണിക്കുമ്പോ ഞാനങ്ങ് ഇറങ്ങി തന്നേക്കാം. ഇയാൾ ഒരുമാതിരി ആളെ കണ്ടിട്ടില്ലാത്ത മാതിരി. ജീവിതമായ ഒരു രസമൊക്കെ വേണ്ടടോ. താനൊരു കാര്യം ചെയ്യാം, ഞാൻ വേഗം തീർത്തേക്കാം. തണുത്ത വെള്ളം ഇങ്ങോട്ട് എടുക്കുക. താൻ ആശുപത്രിയിൽ വലിയ ശുശ്രൂഷയിലാണെന്ന് കേട്ടല്ലോ. അതിപ്പോ തിരുമേനി വഴി കിടന്നാലും ഞാൻ കൂടെ നിൽക്കണ്ടേ? തല്ലുണ്ടാക്കാൻ കാറിൽ വന്നത് തമിഴ്നാട്ടുകാരാന്ന് കേട്ടു. ആള് മാറി കുത്തിയതാന്ന്. തമിഴ്നാട്ടുകാരോ? തന്നോട് ആരാ പറഞ്ഞ ഈ വെട്ടിത്തം? കടയിൽ പലരും പറയണ കേട്ടതാ. ഇപ്പൊ ഇതാണല്ലോ മുഖ്യമായ ചർച്ച. താൻ പറഞ്ഞതിൽ ഒരു കാര്യം ശരിയാ, ചെറുക്കൻ ലിസ്റ്റിലില്ലായിരുന്നു. അത് ടൈഗർ ആന്റണിക്ക് ഒരു കയ്യബദ്ധം പറ്റിയതാ. താനിത് എവിടേക്കാ പോണേ? ചൂല എടുത്തിട്ട് വരട്ടെ, ഇതൊന്ന് തൂത്തു വരാൻ. ആ വേഗം വരണം. ആന്റണി. അതെ. എന്താ? എന്നെ ഓർമ്മയുണ്ടാവില്ല. ഇരുട്ടിന്റെ മിന്നായത്തില് ശരിക്കും കണ്ടു കാണില്ല. ആരടാ നീ? പറഞ്ഞാൽ ഓർക്കും. ഒരു ഗോവിന്ദൻകുട്ടി, പാവം ഗോവിന്ദൻകുട്ടി. നീ എന്റെ ഉണ്ണി.
പുത്തമ്പൊരിക്കലെ അവരെല്ലാം കൂടെ പറഞ്ഞിട്ടാ കാശ് തന്നിട്ടാ ഞാൻ. ഗോവിന്ദൻകുട്ടി, ഞാൻ പറഞ്ഞിട്ട് പോയാ മതിയേ. നടക്കടാ.